ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഒരു ട്രിപ്പ് ഇങ്ങനെ പോയതാണ്. എങ്ങോട്ടാണെന്നൊന്നും യാത്ര പ്ലാൻ ചെയ്തില്ല, വെറുതെ ഇങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഊട്ടിയിലാണ് എത്തിയത്. ലാസ്റ്റ് ഊട്ടിയിലെത്തി അവിടെ നിന്ന് ജസ്റ്റ് റിട്ടേൺ വന്നു. ഈ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ മാത്രം കണ്ടു ആസ്വദിച്ചു പോയി. ഊട്ടിയിൽ കറങ്ങുകയൊന്നും ചെയ്തില്ല, ജസ്റ്റ് അവിടെ എത്തി തിരിച്ചിങ്ങോട്ട് പോന്നു. പക്ഷേ യാത്ര നല്ല വൈബുണ്ടായിരുന്നു. എന്താ പറയുക, ഈ കാടും നല്ല മനോഹരമായ കാഴ്ച. പിന്നെ എന്താണ്, ഹസ്ബൻഡ് പറഞ്ഞു പോണ വഴിക്ക് മൃഗങ്ങളെ കാണും, ആന കാണാം, അത് കാണാം, ഇത് കാണാം എന്നൊക്കെ. പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ല. അതിന് മുമ്പും വേറെ എങ്ങോട്ട് യാത്ര പോയിട്ടും ഇതുവരെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പിന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്ത പാട് മയിലിനെയൊക്കെ കണ്ടിരുന്നു. കാട് കയറിയിട്ടൊന്നും ഒരു മൃഗങ്ങളെയും കണ്ടില്ല. പിന്നെ ഞാനും കുട്ടികളും കകയും കൂടെ ആയിരുന്നു പോയത്. നല്ല പൊളി യാത്രയായിരുന്നു, അടിപൊളി. പിന്നെ നമുക്ക് മനസ്സിന് എന്ത് സങ്കടമോ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്താൽ സൂപ്പറായിരിക്കുമല്ലോ. എല്ലാ ടെൻഷനും മാറും. നല്ല എന്താ പറയുക, മനസ്സിന് നല്ല സമാധാനം, സന്തോഷം. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ നല്ല ഹാപ്പിയാവും. മനസ്സിൽ എന്തുണ്ടെങ്കിലും അതൊക്കെ മാറി നല്ല വൈബ് കിട്ടും. പൊതുവേ അങ്ങനെയാണ് ഉണ്ടാവാറ്. നമ്മൾ ഡെസ്പടിച്ചിരിക്കുമ്പോൾ അധികം എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരലാണ് പതിവ്. നല്ല രസമാണല്ലോ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അതുപോലെ ഞാൻ മാത്രമല്ല, കുട്ടികളും നല്ലോണം ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഉല്ലസിച്ച് നല്ല ഇഷ്ടപ്പെട്ട്, കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട്. നല്ല പൊളി യാത്ര എന്നൊക്കെ പറയാം. അടിച്ചു പൊളിയെന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് മനസ്സിന് റിലാക്സായിട്ട് പോയിട്ട് വരാം. എന്താണ് ഇപ്പം എന്താ പറയുക, ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു യാത്രയൊക്കെ പോയി വരാണെങ്കിൽ നമ്മൾ കുറേയൊക്കെ ഫ്രീ ആവും, നമ്മളെ മൈൻഡ് ഫ്രീ ആവും. അപ്പോൾ നമ്മളെ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ അലട്ടൂല യാത്രയിലായിരിക്കുമ്പം. അത് കഴിഞ്ഞ് വന്നാലും കുറച്ച് സമയത്തേക്ക് നമ്മൾ നല്ല ഫ്രീ മൈൻഡ് തന്നെ ആയിരിക്കും. പിന്നെ ചെറിയ മക്കളൊക്കെ ആയിട്ട് പോകുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും എൻജോയ് ആയിട്ട് പോയിട്ട് വരാം. ഇതുപോലെ നിങ്ങളും കൊച്ചു യാത്രകളൊക്കെ ചെയ്യുക. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ലാഗടിപ്പിച്ച് ബോറടിപ്പിക്കണില്ല, ലാഗായിട്ട് പറഞ്ഞ്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കെ, ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ, ബി ഹാപ്പി ഓൾവേസ്.